നാം അത് കണക്കാക്കേണ്ടത്. ഈ ഉള്ളവൻ ഞാൻ തന്നെ മുമ്പ് ഒരു ജാഹിലിയത്തിലായിരുന്ന സമയത്ത്, അഥവാ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു സിനിമ ആക്ടർ സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു കാർ ആക്സിഡന്റ്. ഞാനും അദ്ദേഹവും ഒരേ സമയത്ത് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു സീരിയലിലേക്ക്. ആ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അന്ന് മെരിലാൻഡ് സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു നമ്മുടെ ആ പ്രോഗ്രാം നടന്നത്. ആ സമയത്ത് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ട അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ബാങ്ക് വിളി കേട്ട സമയത്ത് ഈ മരണപ്പെട്ട മനുഷ്യൻ അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഈ ബാങ്ക് വിളിയുടെ കഥ എന്താണ് എന്ന്? അന്ന് കൂടിയിരുന്ന മുസ്ലിങ്ങളായ പല ആളുകളുമുണ്ട്, ഞാനുമുണ്ട്. ആ സമയത്ത് പറഞ്ഞാണ്, കാരണം പണ്ട് ഒരു രസത്തിൽ അന്ന് പറഞ്ഞു പോയതാണ് എങ്കിലും നമുക്ക് വേദന ഇളവാക്കുന്നതാണ്. അയാൾ പറഞ്ഞത് പണ്ട് അള്ളാഹുവും ഗണപതിയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. ആ ഫൈറ്റ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഈ അള്ളാഹുവിന്റെ ഇടിയേറ്റ് ഗണപതി എവിടെയോ തെറിച്ചു പോയി. പിന്നീട് എവിടെ നിന്നൊക്കെയോ കാലങ്ങൾക്ക് ശേഷം ഗണപതി തിരിച്ചു വന്നു, ഒരു കൊമ്പ് മുറിഞ്ഞവനായി. എന്നാൽ തിരിച്ച് ഗണപതി ഒരു ഇടി ഇടിച്ചപ്പോൾ അള്ളാഹു എവിടെയോ തെറിച്ചു പോയി. പക്ഷെ ഇന്നും അള്ളാഹിനെ കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വിളിക്കുന്നതിന് മുമ്പിൽ ആ ഒരു സെറ്റിൽ വെച്ച് ആക്ഷേപിച്ചു. മാത്രമല്ല ആ സമയത്താണ് ഞാൻ പറഞ്ഞ ഒരു പ്രവാചകനെ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപിക്കുന്നതിന് ഒരു കഴമ്പുണ്ടാകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറയണത്, എങ്ങനെയാണ് ഇദ്ദേഹം ഒരു കരുണക്കടലാവുക? 6 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആ വ്യക്തി എങ്ങനെയാണ് മാതൃകയായി മാറുക? യുദ്ധക്കൊതിയനായ യുദ്ധം മാത്രം മുതലാക്കിക്കൊണ്ട് നടന്ന ഒരു ചോരക്കൊതിയനായ ആ മുഹമ്മദ് എങ്ങനെയാണ് ഒരു കാരുണ്യത്തിന് പ്രവാചകനായി മാറുക? അന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി പറയാൻ ഇല്ലായിരുന്നു. ഇന്ന് ഈ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പലരുടെയും അവസ്ഥ ഇതാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകനെതിരെ ഒരു കാര്യം പറയുമ്പോൾ, അത് ബുഖാരിയിലില്ലേ, അത് ഹദീസിലില്ലേ, അത് ഖുർആന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ എന്ന് പറയുമ്പോൾ, ആണോ അല്ലയോ എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല എങ്കിൽ നാളെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകത്ത് വെച്ച് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അന്ന് എന്താണ് ഞാൻ എന്റെ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവർക്ക് തിരുത്തി കൊടുത്തത് എന്ന ചോദ്യത്തിന് മുകളിൽ ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുമോ? നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മൾ സ്വയം ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ? കാരണം പ്രവാചകൻ കരുണക്കടലാണ് എന്ന വിഷയം ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴും ആരാണ് പ്രവാചകൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ത് മറുപടി കൊടുക്കണമെന്ന്. അന്ന് അദ്ദേഹത്തിന്റെ തമാശ കണ്ട് പൊട്ടിച്ചിരിച്ചവരുണ്ട്. പക്ഷെ ഇന്ന് അയാൾ അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു അയാളുടെ പരലോകത്തിന്റെ അവസ്ഥ എന്താണ് എന്ന്. പക്ഷേ അവിടേക്ക് നാം എന്തുകൊണ്ട് തിരുത്തി കൊടുക്കാൻ സാധിച്ചില്ല എനിക്ക്? കാരണം അന്ന് എനിക്കും അറിവില്ലായിരുന്നു. എന്നാൽ ഇന്നറിയാം എന്താണ് 6 വയസ്സുള്ള പ്രവാചകൻ ഒരു ആയിഷ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുണ്ടായ കാരണം. നമുക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? നമുക്കത് പുനർവിചിന്തനം നടത്തണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നീണ്ടുനിന്ന ഒരു സമ്പ്രദായത്തിൽ പോലും 6 വയസ്സായ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഒരു പ്രകൃതം ആ നാട്ടിലുണ്ടായിരുന്നു എന്നാണ്, അല്ലേ? പ്രവാചകൻ മുഹമ്മദ്